ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കടുത്ത നടപടിക്കൊരുങ്ങി ദേശീയ വനിതാ കമ്മീഷൻ. ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ കമ്മീഷൻ നാളെ കേരളത്തിലെത്തും. കമ്മീഷൻ അംഗം ഡെലീന കോങ്ടപ്പാണ് മൊഴിയെടുക്കാനെത്തുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി അംഗം കൂടിക്കാഴ്ച നടത്തും. വിവിധ വനിതാ സംഘടനകളുമായും ഡെലീന കോങ്ടപ്പ് ആശയവിനിമയം നടത്തും. വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ ചേരും. നോബിൾ, ദേശീയ വനിതാ കമ്മീഷൻ അങ്ങനെ നേരിട്ടിടപെടാനെത്തുകയാണ്. ഈ ഇരകളാക്കപ്പെട്ടവരുടെ എല്ലാ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുമോ നാളെ? റോഷ്നി, നാളെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഡെലീന കോങ്ടപ്പ് അതോടൊപ്പം തന്നെ അവരുടെ മാധ്യമ ഉപദേഷ്ടാവ് എന്നിവർ തിരുവനന്തപുരത്ത് എത്തുന്നത്. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനോട് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഒരാഴ്ച കൂടി നൽകാനായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് എന്താണെങ്കിലും ദേശീയ വനിതാ കമ്മീഷൻ തിരുവനന്തപുരത്തെത്തി ഇതിൽ തെളിവുകൾ ശേഖരിക്കാൻ ഒപ്പം മൊഴികൾ രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. നാളെ വൈകുന്നേരത്തോടെ, അതായത് നാളെ 3:30 സംഘം തിരുവനന്തപുരത്ത് എത്തുക. നാളെ പക്ഷെ മറ്റു കൂടിക്കാഴ്ചകളോ ഔദ്യോഗിക പരിപാടികളോ ഒന്നും ഇല്ല എന്നാണ് ഇതിൽ വനിതാ കമ്മീഷൻ അംഗം വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ വെള്ളിയാഴ്ച, അതായത് മറ്റന്നാൾ രാവിലെ മുതൽ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ അതോടൊപ്പം വിവിധ വനിതാ സംഘടനകളൊപ്പം ഈ പരാതികൾ നിലവിൽ നൽകിയവർ അതോടൊപ്പം പുതിയ പരാതികൾ നൽകാൻ താല്പര്യമുള്ളവർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടത്തും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം അത് നാളെ വന്നതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്താണെങ്കിലും നാളെ 11 മണിക്ക് ശേഷം അവർ ദില്ലിയിൽ നിന്ന് പുറപ്പെടും. അതിനുശേഷം 3:30 തിരുവനന്തപുരത്തെത്തും. ശേഷം തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലായിരിക്കും തങ്ങുക എന്നാണ് ഇപ്പോൾ സൂചനകൾ ഉള്ളത്. എന്താണെങ്കിലും പുതിയ പരാതികൾ ഉൾപ്പെടെ ഈ കമ്മീഷൻ, വനിതാ കമ്മീഷൻ കേൾക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി മൊഴിയെടുപ്പ് ഒപ്പം മറ്റു നടപടികളിലേക്ക് ഉൾപ്പെടെ അതിനുശേഷം വനിതാ കമ്മീഷൻ കടക്കും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നേതാക്കളാണ് പരാതി നൽകിയത്. BJP നേതാക്കളായ സന്ദീപ് മജസ്പതി അതോടൊപ്പം തന്നെ PR ശിവശങ്കർ എന്നിവരാണ് നേരത്തെ കഴിഞ്ഞ മാസം ദില്ലിയിലെ വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഇതിൽ അവർ രേഖാമൂലം പരാതി നൽകിയത്. അതിനു പിന്നാലെയായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറാനുള്ള നിർദ്ദേശം അടക്കം വനിതാ കമ്മീഷൻ നൽകുകയും ചെയ്തത്. എന്താണെങ്കിലും സംസ്ഥാനം സഹകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നേരിട്ട് കേരളത്തിൽ എത്തിക്കൊണ്ട് ഇതിൽ തെളിവ് നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.